ഗസയിലെ കിരാതമായ കൂട്ടക്കുരുതിയെ തുടർന്ന് രക്ഷ തേടി ദശലക്ഷക്കണക്കിന് ഫലസ്തീനികൾ അഭയം പ്രാപിച്ചിരിക്കുന്ന റഫേലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കാനൊരുങ്ങവേ അഭ്യർത്ഥനയുമായി ലോകാരോഗ്യ സംഘടന. റഫേൽ ആക്രമണം നടത്തരുതെന്ന് ഇസ്രായേലിനോട് മനുഷ്യത്വത്തിൻ്റെ പേരിൽ അപേക്ഷിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ലോകാരോഗ്യ സംഘടനാ മേധാവി ഡോക്ടർ തെദ്രോസ് അദോനോം ഗബ്രിയേസൂസ് ആണ് എക്സിലൂടെ അഭ്യർത്ഥിച്ചത്. റഫേൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായ റിപ്പോർട്ടിൽ എനിക്ക് ആശങ്കയുണ്ട്. ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് ആക്രമണം നടത്തിയാൽ മരണവും നാശനഷ്ടങ്ങളും കൂടുതലായിരിക്കും. ആ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന് മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഇസ്രായേലിനോട് അപേക്ഷിക്കുകയാണ്. 12 ലക്ഷത്തോളം മനുഷ്യർക്ക് പോവാനായി സുരക്ഷിതമായ ഒരിടവുമില്ല. പൂർണ്ണതോതിൽ സുരക്ഷിതമായി പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ സംവിധാനവും ഗസയിൽ എവിടെയുമില്ല. ജനങ്ങൾ ദുർബലരും രോഗികളും പട്ടിണി അനുഭവിക്കുന്നവരുമാണ്. ഈ മാനുഷിക ദുരന്തം വ്യാപിക്കാൻ അനുവദിക്കരുത്, ഡോക്ടർ തെദ്രോസ് എക്സിൽ കുറിച്ചു. റഫേൽ കരയുദ്ധത്തിന് ഇസ്രായേൽ സൈന്യത്തിന് പ്രധാനമന്ത്രി നെതന്യാഹു കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സമൂഹവും നടത്തുന്ന അഭ്യർത്ഥനകളെ അവഗണിച്ച് കൂട്ടക്കുരുതിയുമായി മുന്നോട്ട് പോകാനാണ് നെതന്യാഹുവിൻ്റെ തീരുമാനം. അമേരിക്ക ഉൾപ്പെടെ സുഹൃത്ത് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെയും ഇസ്രായേൽ മാനിക്കുന്നില്ല. റഫേലിലെ ഇസ്രായേൽ നടപടിയെ കടുത്ത ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. റഫ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ആശങ്കയറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തിയിരുന്നു. ഗസയുടെ വിവിധ മേഖലകളിൽ നിന്ന് പലായനം ചെയ്തെത്തിയവരാണ് റഫേലുള്ളതെന്നും അവരെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ബൈഡൻ പറഞ്ഞിരുന്നു. അവിടെ തിങ്ങിപ്പാർക്കുന്ന 10 ലക്ഷത്തിലധികം പേരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന വിശ്വാസയോഗ്യമായ പദ്ധതിയില്ലാതെ റഫേൽ ആക്രമണം തുടരരുത് എന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ഇതേ ആവശ്യമുന്നയിച്ച് നിരവധി ലോക നേതാക്കളും രംഗത്തെത്തിയിരുന്നു. വടക്കൻ ഗസയിലും മധ്യ ഗസയിലും അടക്കം ഇസ്രായേൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അവരുടെ മുന്നറിയിപ്പ് പ്രകാരം നാടും വീടുമെല്ലാം ഉപേക്ഷിച്ചു പോയ അഭയാർത്ഥികളാണ് റഫേൽ ആശ്വാസം തേടി കഴിയുന്നത്. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യയെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട 1.4 ദശലക്ഷത്തിലധികം ഫലസ്തീനികളാണ് ഇവിടെ അഭയം തേടിയിരിക്കുന്നത്. നിരവധി പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇവിടെയും കൊല്ലപ്പെട്ടത്. റഫേലെ അഭയാർത്ഥികളെ ഒഴിപ്പിച്ച ശേഷമേ സൈനിക ആക്രമണങ്ങൾ നടത്തൂവെന്നായിരുന്നു മുമ്പ് നെതന്യാഹുവിൻ്റെ വാദം. എന്നാൽ എങ്ങോട്ടാ? ചന്ദ്രനിലേക്കാണോ അവരെ മാറ്റാൻ പോകുന്നതെന്ന് യൂറോപ്യൻ യൂണിയന്റെ വിദേശനയ മേധാവി ജോസഫ് ബോറൽ ചോദിച്ചിരുന്നു. ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഡേവിഡ് കാമറൂണും ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിരുന്നു. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പോവാൻ മറ്റൊരിടമില്ല. തെക്ക് ഈജിപ്തിലേക്കോ തിരികെ സ്വന്തം നാട്ടിലേക്കോ പോവാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ നടപടി നിർത്തണമെന്നും കാമറൂൺ ആവശ്യപ്പെട്ടിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റഫേൽ ഇസ്രായേൽ അധിനിവേശ സേന തുടരുന്ന ആക്രമണത്തിനെതിരെ നേരത്തെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചിരുന്നു. റഫേലെ ഇസ്രായേൽ ആക്രമണം തടയാൻ കോടതിയുടെ അധികാരം ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദക്ഷിണാഫ്രിക്ക അപ്പീൽ നൽകിയത്. ആക്രമണം വംശഹത്യ കൺവെൻഷൻ്റെയും 2024 ജനുവരി 26 കോടതി ഉത്തരവിൻ്റെയും ഗുരുതരവും പരിഹരിക്കാനാവാത്തതുമായ ലംഘനമാണെന്നും ദക്ഷിണാഫ്രിക്ക ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗസയിൽ ഫലസ്തീനികൾക്കെതിരെ നടക്കുന്ന വംശഹത്യ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇസ്രായേലിനോട് ലോക നീതിന്യായ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് ചെവിക്കൊള്ളാതെ അധിനിവേശ സേന അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫേലിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുകയായിരുന്നു.